ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് ഡേ ഔട്ടാണ് കേട്ടോ. സോ ഞങ്ങൾ ഒരു സാറ്റർഡേ ഒക്കെ ആയപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിലോട്ട് കഴിക്കാൻ പോയി. സോ വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. സോ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടികളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ഗിരീഷേട്ടൻ കളിക്കാൻ പോയി. സോ കളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അറിയില്ല, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ബട്ടർ ചിക്കനും നാനും ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യക്ഷ അതെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മുടെ സ്റ്റെല്ലേനെയും രാജീവേട്ടനെയൊക്കെ കണ്ടു. പിന്നെ അവരും അവിടെ കഴിക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. സോ ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്ത് ബിരിയാണിയും നാനും ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും പൊറോട്ടയും. ഇതൊന്നും എല്ലാം എടുക്കാനൊന്നും പറ്റിയില്ല, ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത അവർക്കും കുറച്ച് പരിപാടികളുണ്ട്, ഞങ്ങൾക്കും വേറെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ട്. സോ ഞങ്ങൾ നേരെ അവിടെ നിന്ന് അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇറങ്ങി നേരെ നൈക്കിൻ്റെ ഒരു ഷോറൂമിൽ പോയി. പിള്ളേർക്ക് ഷൂ ഒക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ആകാറായി. അവർ ഈ സ്കൂളിലിട്ടിട്ട് പോകുന്ന ഷൂ അവർ കളിച്ച് എപ്പോഴും ഒരു 7-8 മാസം യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു 6 മാസം എന്തായാലും നന്നായിട്ട് യൂസ് ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ അത് കുറച്ച് അഴുക്ക് പിടിക്കാനൊക്കെ തുടങ്ങും. ആക്ച്വലി ഞങ്ങൾക്ക് ഷൂ അത് ഓക്കെയാണ്, യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ എന്നാലും അവർക്കൊരു ഗിഫ്റ്റ് കാർഡ് വന്നു നൈക്കിൻ്റെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഒരു നല്ല ഷൂ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നൈക്കിൻ്റെ ഷോറൂമിൽ വന്നതാണ് കേട്ടോ. അവിടെ കുറച്ച് ക്ലിയറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഷൂ എടുക്കാൻ വേണ്ടി നൈക്കിൽ വന്നു. അങ്ങനെ ഒരുപാട് സെലക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും അവരുടെ സൈസിന് കുറച്ച് നല്ല സെലക്ഷൻസൊക്കെ കണ്ടപ്പോൾ ഞങ്ങളങ്ങനെ ഷൂ ഒക്കെ എടുത്തു അവർക്ക്. പിന്നെ എനിക്ക് തോന്നി എനിക്കും വാക്കിങ്ങിനൊരു ഷൂ വേണമെന്ന് തോന്നിയിട്ട് ഞാനും ഒരെണ്ണം ഓഫറിൽ കണ്ടപ്പോൾ ഞാനും എടുത്തു. ഇത് ഞങ്ങൾ മേടിച്ച ഷൂ ആണ് കേട്ടോ. ഞങ്ങൾ 3 പേർക്കും, ഗിരീഷേട്ടന് വേണ്ട പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ 3 പേരും എടുത്തു. എല്ലാം നമ്മൾ ഒരു ഗിഫ്റ്റ് കാർഡ് ഉള്ളതുകൊണ്ട് അതും കുറച്ച് പൈസ എക്സ്ട്രാ ആയിട്ടുണ്ട്. പക്ഷേ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും പ്രശ്നം വന്നില്ല കേട്ടോ. പിന്നെ ഇത് ദക്ഷൻ്റെ ഷൂ ആണ്. ദക്ഷന് സൈസിന് കിട്ടിയ ഷൂ എടുത്തു. പ്രത്യുനും ഇത് മതി എന്ന് പറഞ്ഞു. അവനും ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടതുപോലെ ഈ ഒരു ഷൂ എടുത്തു കേട്ടോ. അവന് കളിക്കാനും എല്ലാത്തിനും നല്ല അവൻ്റെ സൈസ് അനുസരിച്ച് എടുത്തതാണ്. പിന്നെ എനിക്കും ഒരു ഷൂ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാനും ഒരു ഷൂ എടുത്തു കേട്ടോ. ഇതാ അതിൻ്റെ കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെടും. 1-2 എടുത്തിട്ട് ഗിരീഷേട്ടന് പിള്ളേർക്കൊക്കെ ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ആ കളർ തന്നെ എടുത്തു കേട്ടോ. എനിക്കിതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ഇതാണ് ഷൂ കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് 3 പേർക്ക് കൊടുത്ത ഷൂ. ഇതെല്ലാം ഈ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി തിരിച്ചു വരാം എന്ന് വിചാരിച്ചപ്പോഴേക്കും തൊട്ടടുത്ത് തന്നെ നമ്മുടെ ലെഗോസിൻ്റെ ഒരു സ്റ്റോറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഭയങ്കര ആഗ്രഹം ലെഗോസിൻ്റെ സ്റ്റോറിനകത്ത് പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഈ നോക്കാൻ പോയാലും എനിക്കറിയാം ഇത് എനിക്ക് എക്സ്ട്രാ ചിലവ് വയ്ക്കുന്ന ഒരു കാര്യമാണെന്ന് കേട്ടോ. കാര്യം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് എടുത്തിട്ടല്ലാണ്ട് ഇവർ ഇറങ്ങത്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ലെഗോസ് ഒരു നല്ല ഗെയിമാണ് കേട്ടോ. ഒരു നല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഉള്ള ഒരു ഗെയിമാണ്. കാര്യം അതിൽ കുറേ പീസസ് കാണും, കുറേ അതിനൊരു ഇൻസ്ട്രക്ഷൻ കാണും. അത് വെച്ച് അവർ ബിൽഡ് ചെയ്തെടുക്കണം. ഒരു മേ ബി കാറായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു വലിയ ഫ്ലവർ ആയിരിക്കാം. കണ്ടില്ലേ ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഇതാണ്, ഒരു ഡെവലപ്മെൻറ്റ് തിങ്ങാണ് ഈ ലെഗോസ് എന്ന് പറയുന്നത്. ഇവരുടെ വലിയ ലെഗോസിൻ്റെ ആ ഒരു ഷോറൂമിൽ ഏറ്റവും വലിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലെഗോസ് വെച്ച് അവർ ബിൽഡ് ചെയ്ത സംഭവമാണ് കേട്ടോ. ആ ഷോറൂമിൽ ആളുകൾ ചേർന്ന് ബിൽഡ് ചെയ്ത സംഭവങ്ങളാണ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ഓരോ ഓപ്ഷൻസും അവിടെ ഉണ്ട്. ഇച്ചിരി പൈസ കൂടുതലാണ് കേട്ടോ അവിടെ നിന്നല്ല, ലെഗോസിന് പൊതുവേ കാശ് കൂടുതലാണ്. അപ്പോൾ ഇവർക്കിപ്പോൾ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നത് ലെഗോസാണ്. കാര്യം ഇവർക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ലെഗോസ്. ഈ ടി വിയും
ഗെയിംസിനും ഒക്കെ വീഡിയോ ഗെയിംസിനും ഒക്കെ ഞാൻ എതിരാണ് കേട്ടോ. ഒരു ലിമിറ്റിന് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അവർ ടി വിയും ഗെയിംസും ഒക്കെ ആണെങ്കിൽ ഇവർക്ക് ഒത്തിരി നേരം ഇവർ അതിലിങ്ങനെ ഇരിക്കും. അതിന് മാത്രമാണ് ഞാൻ എതിര്. ഒരു ടൈം കൊടുത്താലും അതും കഴിഞ്ഞിരിക്കും. പക്ഷേ അതിലും ഒക്കെ എത്രയോ നല്ല സംഭവമാണ് ഈ ലെഗോസ്. സോ ഞാൻ വിചാരിക്കും കുറച്ച് കാശ് കൊടുത്തിട്ടായാലും അവർ കുറച്ച് ഗെയിംസ് ഇത് വെച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ചെയ്യട്ടെ. അപ്പോൾ അവർക്ക് അതിൽ കുറേ ടൈം പോകും. ഇപ്പോൾ ഒരു സാധനം ഒരു ലെഗോ സെറ്റ് മേടിച്ചാൽ അത് അവർക്കൊരു 3 to 4 hours അവിടെ ഇരുന്ന് ബിൽഡ് ചെയ്യും കേട്ടോ. സോ വലിയ മോനാണെങ്കിലും പ്രത്യുഷ് ആണെങ്കിലും ദക്ഷിത് ആണെങ്കിലും അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് അത് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ദക്ഷിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രത്യുഷ് വന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. എൻ്റെ മോനൊക്കെ പ്രത്യുവാണെങ്കിൽ ഒരു 5 വയസ്സ് 6 വയസ്സിലിരുന്ന് അവനായി ലെഗോ സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് തോന്നും നമ്മൾ ഈ ടി വിയും ഒക്കെ വെച്ച് കൊടുക്കുന്നതിലും എത്രയോ നല്ല സംഭവങ്ങളാണ് ഈ ലെഗോസ് വാങ്ങിക്കൊടുക്കുന്നത്. അഫ്കോഴ്സ് ഐ നോ കാശ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് ഇന്നലെ തന്നെ കുറച്ച് കാശ് ചിലവായി. അപ്പോൾ ആദ്യം ഞാനത് വാങ്ങണ്ട എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസം അവർക്ക് ഞാൻ ഗെയിംസും ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അവനൊരു കുറച്ച് ദിവസമായിട്ട് അവൻ ആ ഗെയിംസിൽ കൂടുതൽ അഡിക്റ്റ് ആവണ പോലെ എനിക്ക് തോന്നി. രണ്ടുപേരും ഗെയിം കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം ഞങ്ങൾ കാണുന്നില്ലെങ്കിലും അവർ അതെടുത്ത് കളിക്കാൻ നോക്കുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഗെയിമൊക്കെ സ്റ്റോപ്പ് ചെയ്തു രണ്ടുപേർക്കും. സോ അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതേ കണ്ടില്ലേ, ഇവിടെ ഞാൻ ജസ്റ്റ് ഈ വീഡിയോസൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ ആർക്കെങ്കിലും മക്കൾക്ക് വാങ്ങിക്കൊടുത്ത് ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ അവർക്കൊരു ഉപകാരം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ലെഗോ സെറ്റൊക്കെ അവരവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഗോ സെറ്റാണ്. സോ ഇതിൻ്റെ ഫുൾ പീസസ് അവർ മേലെ വിൽക്കാനും വെച്ചിട്ടുണ്ട്, സെല് ചെയ്യാനും വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇത് കണ്ടിട്ട് ബിൽഡ് ചെയ്യാം. ഇവിടെ എൻ്റെ മക്കളാണെങ്കിൽ ഈ ലെഗോ ഷോറൂമിൽ പിക്ക് ആൻഡ് ബിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സോ അവിടെ കുറേ ലെഗോ സെറ്റ് പീസസ് ഇട്ടിട്ടുണ്ട്. സോ അത് ഇവർക്ക് അതിനകത്ത് പോയി അവർക്ക് ബിൽഡ് ചെയ്യാം, അവിടെ ഇരുന്ന് അത് ബിൽഡ് ചെയ്യാം. സോ ഇവർ രണ്ടുപേരും അതൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ഇരിക്കുക കേട്ടോ രണ്ടുപേരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവർക്ക് കുറേ ടൈം പോകുമല്ലോ, അവിടെ ഒത്തിരി മക്കൾ ഇതുപോലെ വന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. സോ ഇത് കണ്ടില്ലേ, ഇവർ ഇത് മേടിച്ച് കൊടുത്തു. മേടിച്ച് കൊടുത്തത് അവർ വന്ന് അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഹാരി പോട്ടറിൻ്റെ 2 വലിയ മോന് ഉള്ള കുറച്ച് പീസസും ദക്ഷിക്കും ഹാരി പോട്ടറിൻ്റെ ഒരു ഇത് മേടിച്ചു കൊടുത്തു. സോ അവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു. സോ മോന് കിട്ടിയത്, ദക്ഷിന് കിട്ടിയത് ടെക്നിക്കാണ് കേട്ടോ. ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ഹാർഡാണ്. സോ അത് പ്രത്യുഷ് മോനെ ഇടയ്ക്കിടയ്ക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ എന്തെങ്കിലും ഒരു ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ അവർക്കത് ആദ്യം തൊട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. സോ ഇത് ദക്ഷിൻ്റെ ബർത്ത്ഡേക്ക് 2 പേർക്കും മേടിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് 2 പേർക്കും ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു കേട്ടോ. സോ മൂത്ത ആൾക്കൊരു ലെഗോ സെറ്റും മേടിച്ചു കൊടുത്തു, രണ്ടാമത്തെ ആൾക്കൊരു റോബോട്ടിക്സിൻ്റെ ഒരു സെറ്റ് മേടിച്ചു കൊടുത്തു. അത് ആക്ച്വലി അതൊരു ലെഗോ അല്ല, അതല്ലാണ്ട് തന്നെ ബിൽഡ് ചെയ്ത് കളിക്കാനുള്ള ഒരു സംഭവം. സോ ഇത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് ലെഗോ സെറ്റ് ബിൽഡ് ചെയ്തതുണ്ട് കേട്ടോ. സോ ഇത് മോൻ ദക്ഷി വേറെ അവൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ലെഗോ സെറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ 2 പേരും ഇരുന്ന് ചെയ്തോളും. പ്രത്യേനൊരു കാറ് കിട്ടി, അവൻ അത് ചെയ്തു, അത് ഫിനിഷ് ചെയ്തു. സോ അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് ദക്ഷിയുടേത് അവൻ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ഇടയ്ക്ക് പ്രത്യുഷ് വരും, പ്രത്യുഷും അത് നോക്കിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതും അവൻ ചെയ്തു കൊടുക്കും. ഇതൊരു എയ്റോസ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ലെഗോ സെറ്റാണ്. സോ ഇതാണ് അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക്. സോ ആ ഇൻസ്ട്രക്ഷൻ ബുക്കിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. അതിലൊരു 100 പേജസ് വരെ കാണും. സോ ആ ഓരോ പേജസിലും ഏതേത് പീസ് എടുത്ത് ഏതേത് പീസസിൻ്റെ കൂടെ ചേർക്കണം എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിലവരെന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവർക്കത് റീബിൽഡ് ചെയ്യാൻ കുറച്ചും കൂടെ ടൈം എടുക്കും.
കണ്ടില്ലേ, ഇതാണ് ആ പേജസ് അവനെടുത്ത് നോക്കുന്നത്. സോ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു എറർ വന്നാലും എന്താ പറയുക, പ്രത്യുഷായാലും വന്ന് നോക്കിയിട്ട് മോസ്റ്റ്ലി അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അവൻ ബട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ദക്ഷിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്നാൽ മാത്രം പ്രത്യുഷ പോവുള്ളൂ, ബാക്കി അവൻ തന്നെയാണ് അത് ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. അവർക്ക് കുറച്ചും കൂടെ ഹാപ്പി ആവും. എനിക്ക് ഈ ഏജിലെ കുട്ടികൾക്ക് വേറെ എന്താ ഉള്ളത്, കാറായാലും റിമോട്ട് കൺട്രോൾ കാറായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടോയ്സൊക്കെ ആയിരിക്കും കൂടുതലും അവർക്ക് താല്പര്യം അല്ലേ. സോ എനിക്കിവർക്ക് ഈസി ആയിട്ട് കുറച്ച് ടൈം പോകുന്ന സംഭവമായിട്ട് തോന്നിയത് ഈ സെറ്റൊക്കെയാണ് കേട്ടോ, ഈ ലെഗോ സെറ്റാണ്. സോ ഇതാണ് വേറെ ഒരു റോബോട്ടിക്സിൻ്റെ ഒരു തിങ് അവർ ബിൽഡ് ചെയ്തെടുത്തത്. പ്രത്യുഷും ദക്ഷിയും കൂടെ ചെയ്തതാണ്. മെയിൻലി പ്രത്യുഷ തന്നെയാണ് അത് ചെയ്ത് എടുത്തതും, ദക്ഷി ഹെൽപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതവൻ്റെ ലെഗോ സെറ്റ് കാറ്, ഇതൊരു ഫ്രണ്ട് മേടിച്ച് കൊടുത്തതാണ് കേട്ടോ. സോ ഇത് ഒരു 800 പീസസ് ഉണ്ടായിരുന്നു. ഈ പീസസ് എല്ലാം ചേർത്ത് ബിൽഡ് ചെയ്തെടുത്തതാണ് ഈ ഒരു കാറ്. ആ 800 പീസസ് ചേർത്ത് ബിൽഡ് ചെയ്തെടുത്ത കാറ്, ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളൊന്ന് കെയർ ചെയ്തില്ലെങ്കിൽ ഒന്ന് താഴെ വീഴുകയോ എന്തെങ്കിലും ചെയ്താൽ ഇതിൻ്റെ പീസസ് എല്ലാം ഇതാകും, ബ്രേക്കായി പോവും. പിന്നെ അവർക്കത് റീബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ബുക്ക് വേണം. സോ ഇതൊക്കെയാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത് കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.